അല്ല ആഷിഖ് അബു, അങ്ങനെ പ്രശ്നമുണ്ടോ? അതായത് WCCയുടെ രൂപീകരണം മുതൽ അതിന് തൊട്ടുമുള്ള ക്രൈം സീൻ മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഗവൺമെന്റ് വളരെ ഭരിതമായ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂവ്മെന്റ്സിനെ പിന്തുണയ്ക്കുന്ന ഈ പ്രിഡേറ്റേഴ്സ് എത്ര വലിയ താരങ്ങളായാലും അവരെ വേട്ടയാടും എന്നൊക്കെ ഒരു പ്രതീതി ഒരു വശത്തുണ്ടാക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് അതിൻ്റെ കോർ വാല്യൂസിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ അടിസ്ഥാന ശിലകൾക്ക് ആട്ടം ഉണ്ടാവാത്ത തരത്തിലുള്ള വെൽ ബാലൻസ്ഡായ സമീപനം സ്വീകരിച്ചു. ജയിലിൽ പോയി കണ്ട സംവിധായകനെ തന്നെ അക്കാദമിയുടെ തലപ്പത്ത് കൊണ്ടുവരുന്നു. പലപ്പോഴും എടുത്ത നിലപാടുകൾ നമ്മൾ കാണുന്നു. കേരളത്തിൽ ഈ പെർഫോമേറ്റീവ് സ്വഭാവമുള്ള ഒരു ഗവൺമെന്റ് ആണ് നിലവിലുള്ളത് എന്ന വിമർശനം കൂടി ദേവിക പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് ആഷിക്ക് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ഈ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതീതി, ദേവികയുടെ വാക്കുകൾ കോട്ടിയാണെങ്കിൽ ഈ പ്രതീതി ഇത് അന്തിമ ഫലത്തിലേക്ക് എത്തും എന്ന് ആളുകൾ എങ്ങനെ വിചാരിക്കും? അല്ലെങ്കിൽ അത് എത്താൻ പോകുന്നില്ല, ഇതൊരു ഹൈപ്പ് കഴിയുമെന്ന് ആശങ്കപ്പെടുന്ന ആളുകളെ നമ്മൾ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? സത്യസന്ധമായിട്ടും ഇപ്പൊ ഇവിടെ അഭിപ്രായപ്പെട്ട രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളിൽ വലിയ സത്യങ്ങളുണ്ട്. ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതില് എനിക്ക് പ്രത്യേകം അഭിനന്ദിക്കേണ്ടത് ശ്രീമതി ഷാനിമോൾ ഉസ്മാനാണ് ആദ്യമായിട്ട് നിയമസഭയിൽ ഈ റിപ്പോർട്ടിനെ പറ്റി ഔദ്യോഗികമായിട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ പോസിറ്റീവായിട്ടുള്ള ഇടപെടലാണ്. ഈ പ്രതീതി തന്നെ വലിയൊരു കാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഈ ഇൻഡസ്ട്രിക്കകത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് തോന്നുന്നത്. ഈ പ്രതീതി തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നത് വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ആ അരക്ഷിതാവസ്ഥയിൽ വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ടും നിങ്ങൾ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പെരുമഴ പോലുള്ള ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇല്ലാത്തതും ഒക്കെ ആളുകൾക്ക് പരാതി ഉണ്ട്. ഒരുപാട് പേര് മൗനികളായിട്ട് ഇരിക്കേണ്ടി വന്നിരുന്നത് പലതരത്തിലുള്ള ഭയം കൊണ്ടാണ്. അവര് രക്ഷിതരായിരുന്നു എന്നുള്ള ഒരു ബോധത്തിന് ചെറിയ രീതിയിലെങ്കിലുമുള്ള ഒരു മാറ്റം സംഭവിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇത് ഇവിടെ അവസാനിക്കുന്നില്ലല്ലോ. ഇപ്പോ ഇതൊരു നവീകരണ പ്രക്രിയയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കൂടുതൽ ഊർജത്തോടുകൂടി പുതിയ ചിന്താഗതിയുള്ള ആളുകളുടെ കയ്യിൽ ഭദ്രമായിരിക്കും. ഒരുപാട് പുതിയ ടാലന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കുറ്റകൃത്യങ്ങളെ പറ്റിയുള്ള തുറന്ന് പറച്ചിലുകൾ, ഈ ചൂഷണം, അതുപോലെ തന്നെ ജനാധിപത്യ രാഹിത്യം, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു ഹയറാർക്കിക്കൽ പ്രശ്നമുണ്ട്. അധികാരം ഒരു സ്ഥലങ്ങളിലേക്ക് മാത്രം കുമിഞ്ഞുകൂടുന്നതിന്റെ പ്രശ്നമുണ്ട്. ഒരുപാട് തരത്തിലുള്ള മാനിപ്പുലേഷൻസ് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോ ഈ പ്രതീതി ഉറപ്പായിട്ടും ഒരു സ്റ്റെപ്പ് തന്നെയാണ്. അത് വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്ന് വെച്ചാൽ ആഷിക്ക്, ഈ ആളുകൾ രംഗത്ത് വരുന്നുണ്ട്, പുതിയ ആളുകൾ. എന്ന് വെച്ചാൽ ഒരു ഭരണകൂടത്തെക്കാൾ താങ്കൾ പ്രതീക്ഷ വയ്ക്കുന്നത് പോരാട്ട സംഘങ്ങളിലാണ്. ഭരണകൂടം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോരാട്ട സംഘമായിരുന്നല്ലോ WCC. സർക്കാരിന് മുന്നിലേക്ക് ഇത്രയും ഗൗരവത്തിൽ ഈ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നത് സത്യത്തിൽ സ്ത്രീകളുടെ ഈ സംഘമാണ്. അപ്പോൾ ആ സമയത്ത് സർക്കാർ എടുത്ത ധീരമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ്. ഇതിനെ പഠിക്കാൻ തീരുമാനിക്കുന്നു. കുറെക്കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ നടക്കുന്ന ക്രൈം ആയി ബന്ധപ്പെട്ട്, അതായത് ഇതിന് മറ്റൊരു പശ്ചാത്തലവും കൂടെ നമ്മൾ ആലോചിക്കണം. ഇവിടെ നമ്മളുടെ സുഹൃത്തായിട്ടുള്ള ഒരാളെ കൊട്ടേഷൻ ബലാത്സംഗത്തിന് ഇരയാക്കി എന്ന് പറഞ്ഞ് ദിലീപ് എന്ന നടനെ 80 ദിവസങ്ങൾക്ക് മുകളിൽ ജയിലിലാക്കാനുള്ള അത് ആ സമയത്ത് അത്ര എളുപ്പമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുക്കാതെ ആ ഗൂഢാലോചന തെളിയിക്കുക എന്നുള്ളത് ചെറിയ കാര്യമായിരുന്നില്ല. അപ്പൊ അവിടെ ഇച്ഛാശക്തി വലിയ രീതിയിൽ വേണ്ട ഒരു സ്ഥലമാണ്. സാധ്യമാണെന്നും സർക്കാർ കൂടെ ഉണ്ടെന്നുള്ള പ്രതീതി സൃഷ്ടിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുകൂടി കാണുന്നു താങ്കൾ.